നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇതുപോലെ ചില നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിരന്തരം പ്രാർത്ഥനയിൽ ദൈവത്തോട് അനുഭവത്തിലും ഐക്യപ്പെട്ട് നിൽക്കുക എന്നുള്ളത്. അത് ഈ അമ്മ ചെയ്തു. ഇനി അത് മാത്രമായിരുന്നോ? അമ്മയുടെ പ്രാർത്ഥന എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ മോണിക്ക പുണ്യവതി ഒത്തിരി വാക്കുകളൊന്നും പ്രയോഗിക്കുന്നതായിട്ട് മോണിക്ക പുണ്യവതിയുടെ ജീവിതത്തിൽ എങ്ങും എഴുതി വെച്ചിട്ടില്ല. പിന്നെയോ എവിടെയൊക്കെ മോണിക്ക പുണ്യവതിയുടെ ജീവിതം പ്രാർത്ഥനയിൽ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ മോണിക്ക പുണ്യവതി കരച്ചിലേ ഉള്ളൂ, കണ്ണുനീര്. സ്നേഹത്തിലും വിശ്വാസത്തിൽ നിന്നും ജനിക്കുന്ന കണ്ണുനീരിന് നമ്മൾ അധരം കൊണ്ട് വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയേക്കാൾ ഫലമുണ്ടെന്ന് ഈ പുണ്യവതി തെളിയിച്ചതാണ്. ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ വാക്കുകളില്ലായിരിക്കും, പക്ഷേ ഹൃദയത്തെ തൊട്ടുകൊണ്ടുള്ള വിശ്വാസത്തിലും ദൈവഭയത്തിലും ദൈവസ്നേഹത്തിൽ നിന്നും ഉള്ളിൽ നിന്ന് വരുന്ന കണ്ണുനീര് പോലും പ്രാർത്ഥനയാണ് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനം 56:8 നാം വായിക്കുന്ന നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കണ്ണുനീര് പോലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അത് ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയായിട്ട് വിശുദ്ധ അഗസ്തീൻ ഉയർത്തി കാണിച്ചതാണ്. പിന്നെയോ ഒരിക്കലും പ്രത്യാശ ഈ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെട്ടില്ല.